ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാമോ? എന്റെ മേൽ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവുകയാണ്. സാഹചര്യം പറയും നടക്കത്തില്ല. ഹല്ലേലൂയ. സാഹചര്യം പറയും നടക്കത്തില്ലെന്ന്, പക്ഷെ സ്വർഗം പറയും നടക്കും. ഒരു കല്ലെടുത്ത് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28 അകത്തങ്ങ് കിടന്നുറങ്ങുകയാണ്. 28 അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. കല്ലെടുത്ത് വെച്ചതിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? കല്ല് പരിവരുന്ന അനുഭവമാ. കല്ലെന്ന് പറയുന്നത് പില്ലോ അല്ല കേട്ടോ, പില്ലോ മാർഭവമായതാണ്. വളരെയധികം വളരെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ചിലത് അക്സെപ്റ്റബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്റെ തലയുടെ പുറകെ നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ആ അസാധ്യതകളെ നോക്കി നീ ഒന്ന് പ്രവചിക്ക്. കർത്താവ് ആ സാധ്യതകളെ മാറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത്? അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരുപോലെ നമ്മെ സ്നേഹിക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാമോ? കർത്താവ് ആർക്കും മഹത്വം വിട്ടുകൊടുക്കത്തില്ല. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളർത്തുമാറാക്കിയതാരാ? യഹോവ. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. മനസ്സിലായോ? അവരോട് നമുക്ക് ഗർവ് വേണ്ട, അവരോട് നമുക്ക് അസൂയ വേണ്ട, അവരെ നമ്മൾ സ്നേഹിക്കുക. കർത്താവിന്റെ പ്ലാനിങ് അത്. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കേണ്ടുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്ന് ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന വഴിപാടുകൾ കർത്താവിന് വേണ്ടി അർപ്പിക്കും. സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം കർത്താവ്. ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കർത്താവെ വെറും കൈയായി കടന്നു വരാതെ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ നാഥ സാമ്പത്തിക നന്മകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലോഹമായി വിതയ്ക്കുന്നവൻ ലോഹമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. കർത്താവെ, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. ഇവരുടെ ജീവിതത്തിന്റെ അകത്ത് അവർ എന്ത് വിത്താണോ കൊണ്ടുവന്നത് അതനുസരിച്ചുള്ള നന്മ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പകർന്നു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഹിതം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ദൈവരാജ്യത്തെ ഭൂമി സ്ഥാപിതമാക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. സമൃദ്ധി കൊണ്ടങ്ങ് നിറയ്ക്കണമേ കർത്താവേ. ഇവരുടെ ഒരു ക്യാഷ് പോലും ആശുപത്രിയിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലവാക്കാതെ വേണം. ഇവർക്ക് സേവിങ്സ് ഉണ്ടാകട്ടെ, ബാങ്ക് ബാലൻസുകൾ വർദ്ധിക്കട്ടെ, ഉന്നതങ്ങളിൽ ഇവരെ വാഹനമേറ്റി ഓടുമാറാക്കണം. കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കുന്ന ഗിരികളിൽ നിർത്തണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. യേശുവിൻ നാമത്തിൽ ആമേൻ. Hallelujah.
ഹല്ലേലൂയ. ഇനി നമ്മുടെ മുമ്പിൽ 15 മിനിറ്റ് സമയം നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിക്കുക. ഇത്രയും സമയം എന്നെ മാത്രം ശ്രദ്ധിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ കെയറോടുകൂടെ ഈ മെസ്സേജിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യ ഭാഗത്തിലേക്ക് നമ്മളൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആത്മാവിൽ ആരാധിക്കും. 1 മണിക്ക് തന്നെ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും. സേഫ്റ്റി സോൺ പൊളിയും. യാക്കോബിനെ സംബന്ധിച്ച് കല്ല് എടുത്തു വെച്ച് ഉറങ്ങേണ്ടി വരും. ഹല്ലേലൂയ. സേഫ്റ്റി സോണുകളെല്ലാം പൊളിയും. നിന്റെ കൂടെ സ്നേഹിക്കുന്ന, നിന്നെ നല്ലതുപോലെ പോറ്റി പുലർത്തിയ, നിന്നെ കരുതിയ വ്യക്തികൾ നിനക്ക് അന്യരായി മാറും. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെങ്കിലും ഇതാണ് സത്യം. ഒറ്റപ്പെടൽ, വേദന അനുഭവിക്കേണ്ടി വരും. മാറി മാറി വരുന്ന തടസ്സങ്ങളെ ജയിക്കേണ്ടി വരും. ഹല്ലേലൂയ. വേഗത്തിലൊന്നും വാഗ്ദത്തം കിട്ടത്തില്ല സിസ്റ്ററെ. ഇത്രയും കഷ്ടപ്പാട് വേണം. ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിമഹത്തായ മഹത്വത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. നീ പുറത്തു വരുമ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതകരമായി തോന്നും. നിന്നിലൂടെ ഒരു മഹത്വം വെളിപ്പെടുന്നത് നീ പോലും ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നീ ഇത്രമാത്രം വേദനയിലൂടെ, പ്രയാസത്തിലൂടെ ഒരുങ്ങി കടന്നു വരുമ്പോൾ യാക്കോബേ, നീ പുറത്തു വരുന്നത് അത്ഭുതമായിട്ടായിരിക്കും. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കടഭാരം അനുഭവിക്കുന്നുണ്ടാകാം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആരുമില്ലാതിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കൂടെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. നിങ്ങൾ എന്നെ തന്നെ ശ്രദ്ധിക്കണമേ. ദയവ് ചെയ്ത് ബാക്ക് സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. 15 മിനിറ്റ് പ്ലീസ്. എല്ലാവരും എന്നെ തന്നെ. കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇരുന്നോളും. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നോക്കിക്കോളും. ഒരു 15 മിനിറ്റ് ഈ ദൂതൊന്ന് അകത്ത് കയറാൻ വേണ്ടിയിട്ടാ. നിന്റെ അകത്ത് ഒരു മഹത്വം വെളിപ്പെടണമെങ്കിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, ഞെരുക്കമുണ്ട്, പ്രതികൂലമുണ്ട്. അതിൻ്റെ അകത്ത് നീ തകർന്നു പോകത്തില്ല. കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ കോമഡി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അപ്പോൾ യാക്കോബിന്റെ കൂടെ ഭാര്യയില്ല. ഉണ്ടോ? ഇല്ല. കൂട്ടുകാരില്ല. എലിസബത്ത് സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഒരു എൻകൗണ്ടറിന്റെ അകത്ത് ആൻറ്റി നിങ്ങൾ ഈ കരയുന്നത് വെറുതെയല്ല. നിങ്ങളുടെ കണ്ണിൽ നിന്ന് താഴെ ഈ കണ്ണുനീരൊഴുകുന്നത് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇതിന്റെ അകത്ത് ദൂത് വെളിപ്പെട്ടാൽ നിങ്ങൾ കരയും. എനിക്കതാണ് ഇപ്പോൾ എനിക്ക് കർത്താവ്, നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഈ വചനം സ്വീകരിക്കുന്നത്. നമ്മൾ തലകുനിഞ്ഞിരിക്കും. പക്ഷേ ദൂത് അകത്ത് കരയുന്നത്. നേരത്തെ രഞ്ജു സിസ്റ്ററുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് രണ്ടാമത് ഞാൻ എലിസബത്ത് സിസ്റ്ററിനെയാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് 2 പേരായാലും രക്ഷപ്പെട്ടാൽ മനസ്സിലായോ? ഇത്രയും വിദൂരയിൽ നിന്ന് ദൈവാത്മാവ് എന്നെ ഇവിടെ അയച്ചെങ്കിൽ ലോകത്തിലുള്ള ഇഷ്ടങ്ങൾ നടക്കാതെ, പാപപ്രവൃത്തിയിൽ നടക്കാതെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കുറിച്ച് ആ വ്യക്തി, ഈ വ്യക്തി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച ഒരുപാട് നാളുകളില്ലേ സിസ്റ്ററെ? പരിശുദ്ധാത്മാവ് ആ സഹോദരിയോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ദൈവാത്മാവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സ്റ്റോപ്പ് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നിൽക്കുന്നവൻ നിന്റെ നന്മ കാണും. നിന്നെ പരിഹസിച്ചവൻ കാണും. നിന്നെ ഒറ്റപ്പെടുത്തിയവൻ കാണും. അത് കാണും. കർത്താവ് വിശ്വസ്തനാണ്. നിന്റെ തലമുറകൾ മാനിക്കപ്പെടുന്നത് കണ്ടില്ലേ? പലരും വിചാരിച്ചില്ലേ നിന്റെ തലമുറ ഇവിടെ എത്തിച്ചേരുമോന്നോ? പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്ന ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ കണ്ട ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതാണ്. അവനൊരു യാക്കോബ. അവനിൽ നിന്നൊരു സൈന്യം പുറത്തു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത്? തലമുറ എഴുന്നേൽക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് പിതാവെ നിങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അവന്റെ സർവീസ് കഴിഞ്ഞവൻ എപ്പോൾ ഇറങ്ങി ആ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവനിലൂടെ ഒരു സൈന്യം പുറത്തു വരുമെന്ന്, അനീഷിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. കണ്ണ് നിറയുന്നു കേട്ടോ. കണ്ണു നിറയുന്നേ. സാന്നിധ്യമുള്ളവനെ, ചിലതൊക്കെ പ്രാപിക്കാൻ വന്നവനെ, മനസ്സുരുകത്തുള്ളൂ ആഗ്രഹത്തോടെ വന്നവനെ, എല്ലാ മീറ്റിങ്ങിലും ഇരിക്കുന്നത് പോലെ ഇതിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ചില മേഖലകളിൽ ചെത്തി വെളിപ്പാക്കുമെന്ന്. നിന്റെ തകർത്തുകളല്ല, നിന്റെ താഴ്ത്തികളല്ല, മാന്യതയേറിയ ഒരു മാനപാത്രമായി നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ. ചേമ്പിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? ചേമ്പിലെ വെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും? ചേമ്പിലയിൽ വെള്ളം ഒഴിച്ചാൽ
തൂങ്ങിപ്പോകും അല്ലേ? അങ്ങനെയുള്ളവരായി നമ്മൾ മാറരുത്. ഈ വചന അകത്തേക്ക് പ്രവേശിക്കണം. ഞാൻ യാക്കോബ സമ്മതിക്കുന്നു, ഒരു ജനമായി ഞാൻ പുറത്തു വരും, ഒരു ജാതിയായി ഞാൻ പുറത്തു വരും. അതിൻ്റെ അകത്ത് ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങിയപ്പോ യാക്കോബ് അറിഞ്ഞില്ല ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന സാധ്യതകൾ. ഭാര്യയെ കുറ്റപ്പെടുത്തിയപ്പോഴോ, കൂട്ടുകാരെ നാട്ടുകാരെ വിട്ടേച്ചു പോയപ്പോഴോ, അപ്പനായ ഇസഹാക്ക് എതിര് പറഞ്ഞപ്പോഴോ യാക്കോബ് അറിഞ്ഞില്ല കർത്താവ് എന്നെ കണ്ടിരിക്കുന്നുവെന്ന്. വാഗ്ദത്തങ്ങൾ എവിടെയെന്ന് ചോദിക്കും ചിലര്. ഷിബ ഗോസ്ബൽ മിനിസ്ട്രിക്കകത്ത് കയറിയിട്ട് 15 വർഷമായി. നിന്റെ വാഗ്ദത്തങ്ങൾ എവിടെ? പിന്നീട് തിരിച്ചറിയും, ഇത് ദൈവത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള നിന്നെ പണിതെടുക്കാനുള്ള പദ്ധതിയാണ്. കർത്താവ് നിന്നെ പണിതെടുക്കാൻ പിടിക്കുമ്പോ ചില കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, അമ്മയിൽ നിന്ന് ഒരിക്കലും വരത്തില്ല, അമ്മയിൽ നിന്ന് അടുത്തേ നിൽക്കത്തുള്ളൂ. കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അമ്മയെ വിട്ട് അവർ വരത്തില്ല. വാ മോനെ, നിന്നെ ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിന്നെ ഒരു നിലവാരത്തിൽ കൊണ്ട് അവർ സമ്മതിക്കത്തില്ല. അപ്പം പിടിക്കുമ്പോ വരണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, ചിലത് പഠിക്കാൻ പറഞ്ഞ കർത്താവ് പഠിപ്പിക്കണം, പഠിക്കുന്നത് കേൾക്കണം, അത് അതുപോലെ സ്വീകരിക്കണം. അങ്ങനെയുള്ള ജനറേഷൻ പുറത്തു വരുന്നു. ഇതിന്റെ അകത്ത് പപ്പയെ ഇതിന്റെ അകത്ത് ആക്കി വച്ചിരിക്കുന്നത് വെറുതെ അല്ല, ചിലത് നിങ്ങളുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. ഹല്ലേലൂയ. പപ്പ പറയുന്ന വാക്കിനെതിരായി സംസാരിച്ചാലോ, വാക്ക് കേൾക്കാതിരുന്നാലോ, ഇതുപോലെയാണ് സ്വർഗത്തിലെ ദൈവത്തിനും വിഷമം തോന്നുന്നത്. എത്ര ദൂരം ദൈവത്തിന്റെ രാജ്യത്തെ വിട്ട് നമ്മൾ പോയി. ചിലരെയൊക്കെ കർത്താവ് തൊടുന്നുണ്ട്, അസാധാരണമായി തൊടുന്നുണ്ട്. പക്ഷെ കർത്താവ് വിട്ട് കളഞ്ഞില്ല, വീണ്ടും വലിച്ചെടുത്തു. വാമോനെ, വാമോളെ, എനിക്ക് നിന്നെ വേണം. ഈ ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് നിന്നെ വേണം. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ, നിന്നെ ദൈവത്തിന് കരുതാൻ പറ്റുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിയില്ല. അപ്പൻ സഹായിച്ചെന്ന് വരാം, അമ്മ സഹായിച്ചെന്ന് വരാം, ഭർത്താവ് സഹായിച്ചെന്ന് വരാം, പക്ഷെ എൻ്റെ അപ്പൻ സഹായിക്കുന്നത് പോലെ ആവത്തില്ല. അപ്പൻ അതത് സമയത്ത് എന്തു വേണോ അത് തരും. അനുഭവിക്കുന്നുണ്ടാ ഞാൻ പറയുന്നത്. നിനക്ക് എന്തു വേണോ അതത് സമയത്ത് നിനക്ക് തരും. നിനക്ക് കൂട്ടുകാരില്ലായിരിക്കാം, നിന്നെ സ്നേഹിക്കുന്നവരില്ലായിരിക്കാം, നിന്നെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ നീ പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ കർത്താവ് നമ്മെ മറക്കത്തില്ല. മോളെ, നീ കഴിച്ചില്ലേ? കഴിയടാ, കർത്താവ് കൊണ്ടുതരും. കൊണ്ടുതരുവാൻ ആവശ്യമായ കരങ്ങളെ സ്വർഗ്ഗം തുറക്കും. അങ്ങനെ അനുഭവിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നന്മ ചെയ്തവർക്ക് മാത്രമേ കയ്യടിക്കാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യത്തിന്റെ അകത്ത് എന്തേലും ചെയ്തവർക്ക് മാത്രമേ അതൊരു പാട്ടുപാടിയതായിരിക്കാം, ദൈവനാമത്തിന് വേണ്ടി കൊടുത്തതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നതായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പേര് വിളിക്കുന്നൊരു സമയമുണ്ട്. പേര് വിളിക്കുമ്പോ കർത്താവ് ആദ്യം ചോദിക്കുന്നത് കുടുംബത്തിലെ കാര്യങ്ങൾ നിറവേറ്റിയോ എന്നല്ല, ഞാൻ ഏൽപ്പിച്ച വിത്ത് താലന്ത് എന്തായി? നീ കുഴിച്ചിട്ടോ? നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി എന്നെ നീ പറിച്ചിറങ്ങിട്ട് ഓടിക്കളഞ്ഞോ? നിന്റെ ഇഷ്ടത്തിന് വിപത്തിന് വേണ്ടി നീ ഓടിക്കളഞ്ഞോ? നിന്റെ ആവശ്യത്തിന് മാത്രം എന്നെ തേടി വന്നോ? കർത്താവ് ചോദിക്കും. പപ്പയോ ഞാനോ ചോദിച്ചെന്നില്ല. പപ്പ ഏറെക്കുറെ ചോദിക്കില്ല, ഞാൻ കുറച്ചൊക്കെ ചോദിക്കുന്ന ഒരാളാ. പപ്പ ചോദിക്കത്തില്ല, പക്ഷേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. പേർ വിളിക്കുന്ന സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സമയമാണ് ഇതിൻ്റെ അകത്ത് വന്നതെന്ന് പോലും റെക്കോർഡാണ്. മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റും, ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. പാപ്പച്ചൻ ബ്രദറിനെ കബളിപ്പിക്കാൻ പറ്റും, ആരാധനയ്ക്ക് വരാതെ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് പോകാൻ പറ്റും. സ്വർഗ്ഗത്തിലെ അപ്പൻ ദൂതന്മാരുടെ കയ്യില് അനുഗ്രഹമായിട്ട് കൊടുത്തായിരിക്കും കേട്ടോ. ഈ കാര്യങ്ങൾ ഞാൻ പറയട്ടെ, നമ്മൾ അതാണല്ലോ, കോമണിയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിച്ച വ്യക്തിയാ, കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിന്നതാ. ഈ മകൻ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിന്നതാ. 10 മണിയാകുമ്പോൾ ഇതിന്റെ അകത്ത് കയറുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. ചില മേഖലകളിൽ ഇതിന്റെ അകത്ത് ഇരിക്കാൻ അവന് സമയമില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിന്റെ അകത്ത് സമയമില്ല. ദൂതന്മാര് പ്രതിഫലവുമായി വരും, വരാതിരിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലമായിട്ട് വരും. ആമേൻ. കഴിഞ്ഞ നാളിലെ പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത്. പ്രതിഫലമായിട്ട് വരുമ്പോ പിശാചിന്റെ ദൂത് അപ്പുറത്ത് നിൽക്കും. അയ്യോ, ശിവ ഗോസ്ബൽ മിനിസ്ട്രിയിൽ പോയിട്ട് 6 മാസമായി. പറയില്ലേ വിനായകരുടെ ദിവസമാണ്, പറയില്ലേ ദൈവത്തെ അന്വേഷിച്ചിട്ട് 6 മാസമായി. അപ്പൊ ദൂതം പറയും, ഇത് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി
പറയും കൊടുക്കാന്ന്. പക്ഷെ പിശാചിന്റെ ദൂതൻ പറയും കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. ഇവൾ പ്രാർത്ഥിച്ചിട്ട് മണിക്കൂറുകളായി, ഇവൾ പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങളായി, ഇവൾ പ്രാർത്ഥിച്ചിട്ട് മാസങ്ങളായി. വെറുതെ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന രഹസ്യങ്ങളാണ്. മനസ്സിലായോ? കാര്യം കാണാൻ വരുന്നവരുടെ കൂട്ടത്തിലല്ല. എങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവായിരുന്നു, ഇല്ലേ? കാര്യം കാണുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പനെ തിരിച്ചറിഞ്ഞവരായി നമ്മൾ മാറണം. കർത്താവിന്റെ ഹൃദയത്തിൽ തിരിച്ചറിയുന്നവരായി മാറണം. എനിക്കിത് ഏറെക്കുറെ പറയാൻ കഴിയുന്ന ഹസ്ബൻഡിൽ നിന്നാണ്. നമ്മൾ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയാൽ നിങ്ങൾക്കറിയാവോ, എത്ര താമസിക്കുന്നു, നമുക്ക് വഴക്ക് കിട്ടിയിട്ടേ നമ്മൾ ഇറങ്ങത്തുള്ളൂ. 15 മിനിറ്റിന് മുമ്പേ ആ സ്ഥലത്തെത്തിയിരിക്കും. ഞാൻ പലപ്പോഴും ചോദിക്കും, എന്തിനാ ഈ 15 മിനിറ്റിന് മുമ്പ് അവിടെ ചെന്നിരിക്കുന്നത്? അവിടെ ആരും വന്നില്ല, പക്ഷെ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? നിന്നെ അവിടുത്തെ ശുശ്രൂഷകൾ കാണണ്ട, ദൈവം കണ്ടാൽ മതിയെന്ന്. നിങ്ങൾ ചെയ്യുന്ന ഇതിന്റെ അകത്ത് ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും മനുഷ്യൻ കാണാനല്ല, ആണോ? ദൈവം കാണാനാ. യാക്കോബ് പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു കോമഡി ഇറങ്ങണമെങ്കിൽ അത്രത്തോളം കരഞ്ഞായിരിക്കും അവൻ നിലവിളിച്ചത്, അല്ലേ? അത്രത്തോളം ഭാരപ്പെട്ടിട്ടുണ്ടാകും, അത്രത്തോളം ഞെരുങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കരയിപ്പിക്കാൻ നിങ്ങളോട് നിങ്ങൾ ഉത്തരം പറയേണ്ട, സ്വർഗം ഉത്തരം പറഞ്ഞ നിങ്ങളെ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവരെ നോക്കി നിങ്ങൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അകത്തായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ഏത് മേഖലയിലും കർത്താവ് അയക്കാത്ത ഒരുത്തരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നീ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന വ്യക്തിയാണ്. നിനക്ക് അശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്ത് ഇരിക്കണമെങ്കിൽ റിസർവേഷൻ ടിക്കറ്റ് വേണം. ആൻസി നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, വല്ലാതെ ആഗ്രഹിക്കാറുണ്ട് സിസ്റ്ററെ ഈ മീറ്റിംഗിൽ കയറിയിരിക്കാൻ. ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, വരും കാലഘട്ടങ്ങളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ കൊണ്ടാണ് നിറയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പായിട്ടിരിക്കുന്ന തരത്തിൽ കർത്താവ് ഇതിനെ നിറയ്ക്കാൻ പോകുന്നു. ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രിയ ദൈവജനം ഇതിന്റെ അകത്ത് ഫ്ലൈറ്റ് കയറി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. പട്ടണങ്ങൾ ഈ ഉണർവിന് വേണ്ടി കൈകോർക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ ഈ ഉണർവിന്റെ അകത്ത് നീ കാണുമോ? അതാണ് ചോദ്യം. ഇവിടെ ഉണർവ് സംഭവിക്കും, ഒരു കൂട്ടം മക്കൾ എഴുന്നേൽക്കും. അപ്പോൾ ആ ഉണർവിന്റെ അകത്ത് നീ കാണുമോ? അതോ നിന്റെ ഇഷ്ടത്തിനും ഇമ്പത്തിനും ജോലിക്കും പോലെയായിരിക്കും? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ജോലിയിലായിരുന്നാലും ശുശ്രൂഷയിലായിരുന്നാലും വീട്ടിനകത്ത് ഇരുന്നാലും കർത്താവ് വന്നാൽ നീ എടുക്കപ്പെടും. ഹല്ലേലൂയ. എവിടെ ഇരുന്നാലും നീ എടുക്കപ്പെടും, വിശുദ്ധിയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാത്തവർ ഇവിടെ കിടക്കും. ഹല്ലേലൂയ. ലോകം വേണ്ട. ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ സഹോദരിമാരാണ് കേട്ടോ എന്നെ വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തപ്പോ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സിസ്റ്ററെ എന്താ മാറ്റം ഉണ്ടായേ? എനിക്കിപ്പോ പാപം ചെയ്യാൻ തോന്നുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു റിസൾട്ട് വേണോ? എനിക്ക് മറ്റുള്ളവരെ
എനിക്ക് എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മതി, എനിക്ക് എപ്പോൾ 10:30 മണിയാകാൻ കാത്തിരിക്കുന്നവര്. എന്തിനാ സിസ്റ്റേ 10:30 മണിയാകാൻ കാത്തിരിക്കുന്നത്? ദൈവാലയത്തിൽ ഓടാനാ. പണ്ട് അമ്മച്ചിമാർ ഓടിയതിന്റെ ഫലമാ, റിസൾട്ടാണ്. നിങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ബെന്തക്കോസ്തിലെ ചില അമ്മച്ചിമാരെ മുട്ടുമേലിരുന്ന് ആരാധിച്ചതിന്റെ റിസൾട്ടാണ്. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ, ആത്മാവിന് ശക്തി സംഭരിക്കുവാൻ. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ, ആത്മാവിന് ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, ഇടവിടാതെ തോറ്റത്ത് ജാഗരിക്കണോ. ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, ഇടവിടാതെ തോറ്റത്ത് ജാഗരിക്കണോ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകജാതരേശുവിന്റെ നാമത്തിൽ ഏകാത്മാവിൽ ബലം ധരിക്കുവേ. ഏകജാതരേശുവിന്റെ നാമത്തിൽ ഏകാത്മാവിൽ ബലം ധരിക്കുവേ. ആർക്കു സത്യമോ നീതി കവചമോ, ആർക്കു സത്യമോ നീ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ, ശക്തി സംഭരിക്കുവാൻ. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ, ആത്മാവിൽ ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, ഇടവിടാതെ തോറ്റത്ത് ജാഗരിക്കണോ. ഇടവിടാതെ തോറ്റത്ത് ജാഗരിക്കണോ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. അമ്മയെ പോലെയാണ് നാനോടിച്ചണച്ചിടുന്നു. അമ്മയെ പോലെയാണ് ഒരു കോവണി ഇതിനകത്ത് ചിലർ കാണും. വോളണ്ടിയേഴ്സ് ഇവരെ ഹെൽപ്പ് ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്ന സമയമാണിത്. ചിലർ ആ ദർശനം കാണാൻ പോവുക.
സ്വർഗത്തിൽ നിന്ന് താഴെ വരെ ഭൂമിയിൽ വരുന്ന ആ കോവണി, അതിൻ്റെ അകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ പറയുന്ന ഒരു വാതിലിനെ പറ്റി അവിടെ പറയുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇത് സ്വർഗവാതിലല്ലാതെ ഒന്നുമല്ല ഇത്. ഹല്ലേലൂയ. ഈ സ്ഥലം എത്ര ഭയങ്കരം! എല്ലാവർക്കും ഇതിനൊക്കെ തിരിക്കാൻ പറ്റത്തില്ലെന്ന്. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഞാനോ അറിഞ്ഞില്ല. അവരൊരു പ്രാർത്ഥനാലയം അവിടെ പണി കഴിപ്പിക്കുകയാണ്. ഒരു തീ പിടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. അന്യഭാഷയുടെ തലം നിങ്ങൾ തുറക്കുക. ഒരു കീ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇട്ടു തരികയാണ്. യെസ്, നിങ്ങളുടെ ജനത്തിന്റെ ശബ്ദം പുറത്തു വരട്ടെ. ജനത്തിന്റെ ശബ്ദം പുറത്തു വരട്ടെ. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ വിഷയം എന്താണോ അത് ദൈവത്തോട് സംസാരിച്ചാട്ടെ. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ അത് ദൈവത്തോട് സംസാരിച്ചാട്ടെ. പ്രാർത്ഥന ബിന്ദുലേഖ സിസ്റ്ററിന്മേൽ തീ കത്തുന്നത് പരിശുദ്ധനെ കാണിക്കും. ഉച്ചതലത്തിലുള്ള കാൽവരം അജയ സിസ്റ്റർ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് തീ പിടിക്കുക. നിങ്ങളുടെ കാലുകളെ കർത്താവ് തീ പിടിപ്പിക്കുകയാണ്. ഒരു ഉണർവിന് വേണ്ടി കർത്താവിനെ വ്യക്തമായി കാണിക്കുന്നു. സഹോദരി, നിങ്ങൾ പുറകോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇനി പോകാൻ പറ്റില്ല. ഒന്നിലധികം പേര് പോകാൻ പറ്റും. നമ്മൾ മാസത്തിൽ ഒരിക്കൽ കൂടത്തുള്ളൂ. ഇത് നിങ്ങളുടെ നിർണായകമായ സമയമാണ്. ആൻസിയോട് പരിശുദ്ധ പൗലോസ് തന്നെ പറയുന്നു. ലുദിക സിസ്റ്ററോട് തന്നെ പറയുന്നു. ആദിനയോട് പറയുന്നു. രഞ്ജു സിസ്റ്ററോട് പറയുന്നു. സാനിയ, നിന്റെ മനസാധാരണ മഹത്വം വെളിപ്പെടുന്നു. യെസ്, മോശം ഉൾപ്പെടർക്ക് കണ്ടതുപോലൊരു തീ. ആരാ പറഞ്ഞത് നീ ഉപായി എന്ന്? ആരാ പറഞ്ഞത് നിന്നെ കൊണ്ടിന് ഒരു ഉപകാരം വരത്തില്ലെന്നൊരു തീ കത്തുന്നുണ്ടെങ്കിൽ ആരാധിക്കാൻ വിട്ടുകൊടുക്കുക. ബാക്കിൽ നിൽക്കുന്നവർ വിട്ടുകൊടുത്ത ശേഷം അവർ വീഴുന്നെങ്കിൽ മാത്രം അവരെ കൺട്രോൾ ചെയ്താൽ മതി. അംധുരി അവര ലേഖസ്യ അംധുരി രഗന ഗദര അവ ലധുരി ഹസ ചിലർ ആളുമാറും. ഇതിന്റെ കഥ ചിലർ ആളുമാറും. യാക്കോബേ നിന്റെ പേര് മാറും. യെസ്, തീർക്കുക. സാരിയുടെ
Hallelujah.
യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മയും നാമയോടും ഇന്ന് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയയ്ക്കാം അടിയാരെ യഹോവയെ, മനസ്സലിലുടയ മഹോന്നത ഹരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിലുടയ മഹോന്നത ഹരനേ, വന്ദനം നിനക്കാമേ. നിങ്ങളുടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത മീറ്റിംഗ് ശനിയാഴ്ച രാവിലെ കൃത്യം 10:30 മണിക്ക് ആരംഭിക്കും. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോടെ എത്തുവാൻ ഉദ്ദേശിച്ചു.